നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. സാധാരണ നമ്മുടെ ചാനലിൽ ട്രാവലും വണ്ടിയൊക്കെയാണ്. ഇന്നൊരു ഫുഡ് ഐറ്റം ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓണം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇൻ്റർവ്യൂ ഇവിടുന്ന് എടുത്തേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂസ് പേപ്പർ ബക്കറ്റ് ചിക്കനാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അത് ചെയ്ത് സക്സസ്ഫുൾ ആയി. നമുക്കിനി നമ്മുടെ വീട്ടിൽ പോയി ഒന്ന് ചെയ്ത് അതിൻ്റെ വീഡിയോ ഇവിടെ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്തായാലും അധികം ബോറടിപ്പിക്കാതെ ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ അത് വീഡിയോ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്. ഞങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. ഇതും അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ 2 കിലോ തൂക്കം വരുന്ന ഒരു ചിക്കനാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കണം. ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ജാറിലേക്ക് കുറച്ച് പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയെല്ലാം കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഈ പേസ്റ്റ് രൂപത്തിലാക്കിയ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ട് കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞിട്ട് അതിലേക്ക് നന്നായിട്ട് ഈ മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ അകത്തും ചിക്കൻ്റെ അകത്തുമായിട്ട് നന്നായിട്ട് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാട്ടയാണ്. അതായത് ഈ കടയിലൊക്കെ എണ്ണ കൊണ്ടുവരുന്ന സൈസ് പാട്ടയുണ്ട്. ഞാനതാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ആ പാട്ടയ്ക്കുള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ ഒരു കുറ്റി അടിച്ച് നിലത്ത് താഴ്ത്തുക. അപ്പോൾ അതിനുശേഷം അതിന് 2 വാഴയിലേക്ക് വെച്ച് അതിന് താഴെ, അതായത് ചിക്കൻ താഴെ വീണാലും നിലത്ത് പോകാത്ത രീതിയിൽ പോകാതിരിക്കാനാണ് ഇല വെക്കുന്നത്. എന്നിട്ട് ഈ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഈ അടിച്ചു വെച്ചിരിക്കുന്ന കുറ്റിയിലേക്ക് നമ്മൾ അലുമിനിയം കമ്പി, നന്നായി കഴുകിയെടുത്ത അലുമിനിയം കമ്പി ഉപയോഗിച്ച് കെട്ടുക. കൂടാതെ അതിൻ്റെ ആ ചിക്കൻ്റെ കാലും കൂടെ കൂട്ടി വേണം കെട്ടാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെന്ത് അട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടെ കൂട്ടി കെട്ടിയതിന് ശേഷം ചുറ്റും ഇങ്ങനെ വല വെച്ചിട്ട്, ഇത് അധികം അകലത്തിലല്ലാതെ വല വെച്ച് നമുക്ക് ചുരുട്ടിയ പേപ്പർ ഇട്ട് കത്തിക്കാവുന്ന രീതിയിൽ വല നമ്മൾ ക്രമീകരിക്കുന്നു. എന്നിട്ട് അതിനകത്തേക്ക് പേപ്പർ ഇട്ടിട്ട് കത്തിക്കുക. അപ്പോൾ നമ്മുടെ പാട്ട ഉയർത്താൻ വേണ്ടി പോവാണ്. നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ന്യൂസ് പേപ്പർ ബക്കറ്റ് ചിക്കൻ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചുറ്റും ഒന്ന് കാണിക്കാം.
അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ടേസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എണ്ണയൊന്നും ചേരുന്നില്ലാത്തതുകൊണ്ട് നല്ല മസാലയൊക്കെ ചേരുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പേപ്പർ തന്നെയായിട്ട് ചിലപ്പോൾ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേപ്പർ വേണ്ടി വരും. പിന്നെ പേപ്പർ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേപ്പർ ഇട്ട് അങ്ങോട്ട് ആളിക്കരുത്. കുറേശ്ശെയായിട്ട് പേപ്പർ ചുരുട്ടി ചുരുട്ടി ഇട്ട് അതിന്, അതായത് ആ പാട്ടയ്ക്ക് ചൂട് കിട്ടി ആണ് ഇത് വേകുന്നത്. അതുപോലെ ഒരുപാട് ചൂടിട്ട് കഴിഞ്ഞാൽ ആ പാട്ട കൂടുതലായിട്ട് ഇത് ചൂടായിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പേപ്പർ തികഞ്ഞില്ലെങ്കിൽ ചൂട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോ എന്നും നമ്മളൊന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം നമ്മൾ അതിനനുസരിച്ചുള്ള തീയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.